സാറേ, ഇനി ആഴ്ചയിൽ 2 കുപ്പി മദ്യം വെച്ച് സൗജന്യമായി നൽകണമെന്നാണ് കർണാടക നിയമസഭയിൽ JDSന്റെ MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടിയന്മാരുടെ പണം കൊണ്ടാണ് പല പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് എന്താ 2 കുപ്പി കൊടുത്താലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തെറ്റുണ്ടോ? തെറ്റില്ല. വലിയൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കർണാടകത്തിലെ ഗവൺമെൻറ് വിജയിച്ചത് ഈ കുപ്പിയുടെ പുറത്താണ്. എന്തുകൊണ്ടാണ് തെളിയിക്കുന്നത്? DK ശിവകുമാറിൻ്റെ പണം കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സംവരണം അതിപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ ഇതിനപ്പുറമുള്ളൊരു രഹസ്യമാണ് JDSന്റെ ബഹുമാനപ്പെട്ട അംഗം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് അവിടെ 2000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അവിടെ വിറ്റഴിയുന്ന മദ്യമാണ്. രണ്ടാമത് അവർക്ക് സൗജന്യമാണ് ബസ് യാത്ര. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ മദ്യമാണ്. മൂന്നാമത് അവിടെ വൈദ്യുതി സൗജന്യമാണ്. അതിനും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മദ്യക്കുപ്പി മഹത്തായ ഒരു വസ്തുവാണെന്നുള്ള കാര്യം. അത്രയും മഹത്തായ ഒരു വസ്തു കർണാടക ഗവൺമെൻറ്റിനെ വിജയപഥത്തിലെത്തിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മദ്യം. അത്ര മോശപ്പെട്ട ഒരു മോശം കാര്യമല്ല മദ്യം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്, പുരുഷന്മാർക്കൊന്നുമില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ പാവപ്പെട്ട പുരുഷന്മാർക്ക് ഇത്രയൊക്കെ നമുക്ക് തരുന്ന അന്നം നമ്മുടെ ലക്ഷ്മി ദേവിയാണ്. നമ്മുടെ ലക്ഷ്മി ദേവി, സമ്പത്തിന് അങ്ങനെയാണല്ലോ പറയുന്നത്, സമ്പത്തിൻ്റെ ദേവത ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയായിട്ടുള്ള അന്നദാതാവായിട്ടുള്ള ഈ മദ്യം പുണ്യവസ്തുവല്ലേ? അപ്പോൾ ആ വസ്തുവിൻ്റെ 2 കുപ്പി വീതം ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് തരിക. അതിനുള്ള മാർഗവും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ MLA മാരല്ലേ, അവിടെയൊക്കെ പോയി ക്യൂ നിൽക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ സാറേ എന്തോ എവിടെയും മരുന്ന് തുടങ്ങിയെന്നൊക്കെ ചോദിക്കില്ലേ വോട്ട് ചെയ്ത പൊതുജനങ്ങൾ, സമ്മതിദാതാക്കൾ. അതുകൊണ്ട് രഹസ്യമായിട്ടൊരു സൊസൈറ്റി രൂപവൽക്കരിക്കുക. ആ സൊസൈറ്റി വഴി വീട്ടിലോട്ട് കൊടുത്തയച്ചാൽ മതി, ഞങ്ങൾ കഴിച്ചോളാം. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് അധിക ദൂരമില്ല. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമോ? നമുക്ക് ഇവിടെ മദ്യവും ലോട്ടറിയുമാണല്ലോ പ്രധാന വരുമാന മാർഗം. അയ്യോ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കുന്നത് ഇതിൻ്റെ റവന്യൂ ഉപയോഗിച്ചിട്ടാണ്. അത് പരസ്യമായിട്ട് റവന്യൂ വരുമാനത്തിൻ്റെ 63% പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതിലിതും പെടില്ലേ? പെടും. അതിൻ്റെ കാശാണ് ഈ ശമ്പളം. ഇടയ്ക്ക് ജയരാജൻ പറഞ്ഞിരുന്നല്ലോ, ഗ്ലൂക്കോസ് അല്ലേ, തെങ്ങിൽ നിന്നും ചെത്തുന്ന കള്ള ഗ്ലൂക്കോസ് ആണ് എല്ലാവരും കുടിക്കണമെന്ന്. കൂടാതെ പിന്നെ ഗ്ലൂക്കോസൊക്കെ ഡ്രിപ്പിട്ടാണ് ആശുപത്രി കൊടുക്കുന്നത്. ഇത് ഡ്രിപ്പൊന്നും കൂടെ ചുമ്മാ കൊടുക്കാൻ ജയരാജൻ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ആശുപത്രികളിലൊക്കെ രോഗികൾക്ക് ഈ ഡീഹൈഡ്രേഷനും അതുപോലെ ഗ്ലൂക്കോസിൻ്റെ ലൂസും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണല്ലോ നമ്മൾ ഡ്രിപ്പ് ഇടുന്നത്. ആ ഡ്രിപ്പിന് ഓരോ കുപ്പി കള്ളം കൊടുത്തുവെച്ചാൽ മതി. ആ കള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ ശാസ്ത്രങ്ങളൊക്കെ ഉദിക്കുകയാണ് EP ജയരാജൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്. EP ജയരാജൻ സേവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്തിടെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത് അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചായിരിക്കും കള്ളുകൂടിയന്മാർക്ക് പാർട്ടി സ്ഥാനമില്ലെന്ന്. കള്ളും കുടിച്ചിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടെന്നാണ് പറഞ്ഞത്. CPIക്ക് അത്രയില്ല. കള്ളൊക്കെ കുടിച്ചോ നിങ്ങൾ? രഹസ്യമായിരിക്കണം. സഖാക്കൾ കള്ളു കുടിക്കുന്നത് മറ്റുള്ളവർ കാണരുത്, രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ചെയ്തോണം. കള്ളുകൂടിയന്മാരാണെന്ന് ഇമേജ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം കള്ളല്ല, പ്രശ്നം മോദിയാണ്. മോദി ഫാഷിസ്റ്റാണ് എന്നും പറഞ്ഞാണ് അവരുടെ. CPMന് ഇത്രയും വിപ്ലവം പോരാ, ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരി. മോദി ഫാസിസ്റ്റ് പറയുന്നതിനായിരിക്കും നഷ്ടമുണ്ടോ? ഫാസിസ്റ്റ് ഇങ്ങനെ കുറേ അതിലാണ് ഒതുങ്ങുന്നല്ലോ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുതലാളിത്തത്തിൻ്റെ അങ്ങേയറ്റം പോയി. ഇപ്പോൾ ഒരൊറ്റ പ്രതിഷേധം പോലും ഉണ്ടായില്ല സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവാദം കൊടുത്തപ്പോൾ. മുതലാളിത്തത്തിൻ്റെ അങ്ങേയറ്റമാണ് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഒരു നാണവുമില്ല. അവിടെ ഇരുന്ന് യെസ് പറഞ്ഞേച്ച് ചായയും കുടിച്ച് പിരിഞ്ഞിട്ട് പറയുകയാണ് ഫാസിസ്റ്റ്, മോദി ഫാസിസ്റ്റ്. ഇല്ല കുരുടൻ ആനയെ കണ്ട പോലെ. പോട്ടെ, ഇപ്പോൾ കള്ളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. 2 കുപ്പി വീതം കൊടുത്താലും കുഴപ്പമില്ലല്ലോ എന്ന് മിക്കവാറും സിദ്ധരാമയ്യ തീരുമാനിക്കും. കാരണം DK ശിവകുമാറിന് അതിനുള്ള സോഴ്സുണ്ട്. കള്ളിൻ്റെ കടകളുണ്ട്, ബിവറേജസിൻ്റെ കടകൾ മാത്രമല്ല, അദ്ദേഹത്തിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ബാറുകളും ഒക്കെ ഉണ്ട്. അതുവഴി ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേർക്കും ഒരു വരുമാനമായി. ഇക്കാര്യത്തിലൊരു തീരുമാനമായി. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കള്ള് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. തെരഞ്ഞെടുപ്പിലും വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 പദാർത്ഥങ്ങൾ ആ ബിരിയാണിയും കള്ളും. ഏത് കാര്യം വേണമെങ്കിലും നമ്മുടെ ഈ നൂലാമാല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ലൈസൻസിലാണ്. ഇത് 2 ഉണ്ടെങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക്
നിഷ്പ്രയാസം സാധിച്ചു കിട്ടും. സാധ്യമല്ല എന്ന് പറയുന്ന കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ഇത് രണ്ടും മതി. അല്ലാതെ ഈ ഓഫീസിൽ കയറി ഇറങ്ങി കാല് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്ര പവിത്രമായിട്ടുള്ളൊരു സാധനമാണ് ഈ കുപ്പി എന്ന് പറയുന്നത്. കുപ്പിക്ക് ഇങ്ങനെയാണ് അടയാളം കാണിക്കുന്നത്. പറയില്ല, പേര് പറയത്തില്ല, അത്ര പുണ്യമാണ്. അതുകൊണ്ട് പേര് പറയാൻ ഇത് വേണം. സി.ഐ.ടി തൊഴിലാളിക്കും ഇത് വേണം. അതിനാണ് ഈ നോക്കുകൂലി. അതുപോലെ പിന്നെ വാർക്ക് തൊഴിലാളിക്കും എല്ലാം വേണം. ഒരു ദിവസം വാർക്കയുടെ ദിവസമാണെങ്കിൽ അവന് ഇരട്ടി കൂലി വേണം. എന്തിനാ? ഒന്ന് ഇതിന് വേണ്ടിയിട്ട്, ഏത് ഇത് വാങ്ങിക്കാൻ വേണ്ടി. അതിനല്ലേ സർക്കാർ കടകൾ. അദ്ദേഹത്തിന്റെ MLA പേര് MT കൃഷ്ണപ്പയാണ്. അദ്ദേഹം പറയുന്നത് ഈ സൊസൈറ്റികൾ വഴി മദ്യവിതരണം ചെയ്യണമെന്നാണ്. അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ രീതിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാറ്റി മദ്യപ്പ എന്നാക്കേണ്ടതാണ്. മദ്യപ്പ. കാരണം മദ്യത്തിനെ ഇത്രയും കണ്ടെത്തിയ ഒരു വ്യക്തി. അല്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും രഹസ്യമായി സാറ് സൂചിപ്പിച്ച പോലെ CPM പോലെ രഹസ്യമായി രണ്ടെണ്ണം അടിക്കുക. പരസ്യമായി തുറന്ന് മാന്യനെന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ല ഇത്തരം തുറന്ന് പറച്ചിലുകൾ. CPIയുടെ പോളിസിയാണ്. ഗോപ്യമായിട്ട് വെക്കുക. നമ്മുടെ മുതലാളിത്തമൊക്കെ അവിടെ ഗോപ്യമായിട്ട് പൊതിഞ്ഞു വെക്കുക. എന്നിട്ട് മോദി ഫാഷിസ്റ്റ്. അല്ല, അതിനെക്കാട്ടി തുറന്നു പറയുന്നതല്ലേ നല്ലത്. CPM പോലെ ഒളിച്ചു വെക്കാതെ, CPI പോലെ CPI ഒളിച്ചു വെച്ചിട്ട് നമ്മുടെ പിന്നെ ഇതാണ് മുതലാളിത്തം, ചങ്ങാത്ത മുതലാളിത്തം, ഇതെല്ലാം ഒളിച്ചങ്ങ് വെക്കുക. എന്നിട്ട് അവനെ ഫാസിസ്റ്റ് എന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ സ്വന്തം കണ്ണിലെ കമ്പ് കാണാതെ. അതോടൊപ്പം നാം മറ്റൊരു കാര്യം, ഈ പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യമല്ല അല്ലേ, മദ്യഷാപ്പുകളല്ല, ബാറുകളല്ല ഞങ്ങൾ തുറക്കുന്നത്, സ്കൂളുകളാണെന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് നിലവിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, മുക്കിന് ബാറുകളാണ്. ലഹരിയുടെ ഉപയോഗം കൂടി, അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി. നാം ഈ ചർച്ചയ്ക്കിടയിലും ഇപ്പോൾ കേരളത്തിൽ ഇത് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇപ്പോൾ മദ്യം ലഭിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ കള്ളിൽ മായം ചേർന്നുകൊണ്ടായിരിക്കും മയക്കുമരുന്നിലേക്ക് ജനങ്ങൾ, അതിലഹരിയുള്ള പദാർത്ഥങ്ങളിലേക്ക്, സർവനാശത്തിലേക്കും ആത്മനാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊന്നും വേണ്ടല്ലോ. നമ്മുടെ മതേതരത്വത്തിൻ്റെ മഹനീയമായ ഉദാഹരണങ്ങൾ കാണുന്നില്ലേ? ഇഫ്താർ പാർട്ടികൾ. സക്കാത്താണ് ഈ റമദാൻ്റെ മഹത്തായിട്ടുള്ള സന്ദേശം നബി തിരുമേനി പറഞ്ഞിട്ടുള്ള സക്കാത്ത്, പാവങ്ങൾക്ക് കൊടുക്കുക. കാരണം കണ്ടില്ലേ, കുറേയേറെ പാവങ്ങളിരുന്ന് കഴിക്കുന്ന ഫോട്ടോകൾ എല്ലാ ദിവസവും കുറേ ദിവസത്തേക്ക് കാണും. പാവങ്ങളെല്ലാം കൂടി ഇരുന്ന് മുഖ്യമന്ത്രി ഇഫ്താർ കഴിക്കുന്നു. പാവങ്ങൾ കഴിച്ചിട്ടില്ല, പാവം അവർ പട്ടിണി കിടക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് ആഘോഷമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തുക. ഓണക്കാലത്ത് ഇത് കാണില്ലല്ലോ, ക്രിസ്മസ് കാലത്ത് ഇത് കാണില്ലല്ലോ. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യത്തിലും. ഈ മദ്യം കൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിക്കുന്നത് എങ്ങനെ സാധിക്കാം? കർണാടക ഗവൺമെൻറ്റിനെ കണ്ട് കേരളം പഠിക്കണം. വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കേരളം പഠിക്കണം. മദ്യത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഈ വിൽപ്പന അങ്ങോട്ട് നടത്തിക്കൊണ്ട് പിന്നെ സാമാജികന്മാരതിനെ ആ കാര്യത്തിൽ കേരളത്തിന് തകർക്കാൻ കഴിയില്ല. മദ്യവും ലോട്ടറിയും അത് എത്ര കർണാടക വന്നാലും കേരളം മുൻപന്തിയിൽ തന്നെയാണ്. ലോട്ടറി എല്ലാം അറിയാലോ, മദ്യത്തേക്കാൾ മികച്ച കച്ചവടമാണ് ലോട്ടറി. അതെ ലോട്ടറി കൊണ്ട് പിന്നെ കുറേ ഏജൻറ്റുമാരെങ്കിലും അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് പറയാം. പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞൊരു ലോട്ടറി ഉണ്ടല്ലോ, ആ ലോട്ടറിയിലൂടെ പാവങ്ങളുടെ ചികിത്സ KM മാണി ഉറപ്പാക്കിയതാണ്. ഇടയ്ക്ക് കുളമായി എങ്കിലും അത് വീണ്ടും കാരുണ്യ ലോട്ടറി ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേത് കള്ളെന്ന് പറഞ്ഞാൽ നിഷ്കരുണമായൊരു പ്രവൃത്തിയാണ്. പാവപ്പെട്ടവൻ അവൻ്റെ വരുമാനം മുഴുവൻ കൊണ്ടെന്ന് ഇതിന് കൊടുക്കും. കുടുംബം പട്ടിണിയിലാവുക, ഭാര്യ തല്ലുമേൽക്കുക, പിള്ളേരും തല്ലുമേൽക്കുക. ഇതിൻ്റെ ലഹരിയിൽ എന്തെല്ലാം കൊലപാതകങ്ങൾ, പീഡനങ്ങൾ നടക്കും. അതിനെപ്പറ്റി വല്ല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇവർ ഈ നവകേരള സദസ്സൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരൊറ്റ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക.